ഹലോ, അപ്പോൾ ഇന്ന് നമ്മളുടെ ബ്ലാക്ക് റിബൺ അണിഞ്ഞുള്ള പ്രതിഷേധത്തിന്റെ സെക്കൻഡ് ഡേ ആയിരുന്നു. എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ആദ്യം തന്നെ സീനിയേഴ്സ് ലീവ് എടുത്തുകൊണ്ട് ഒപിഡിയും കാര്യങ്ങളും ക്യാൻസൽ ആക്കാതെയായിരുന്നു ഇന്നത്തെയും പ്രതിഷേധം. എന്റെ ഒപിഡിയിൽ അധികം വരാറ് ഗ്രാമങ്ങളിൽ നിന്നുള്ള പാവങ്ങൾ മാത്രമായിരുന്നു. നമ്മളുടെ സമരം കാരണം ഒരിക്കലും ഒരാളും ബുദ്ധിമുട്ടിലാവരുതല്ലോ. അങ്ങനെ ഒപിഡി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ പുറത്തേക്കാക്കി. കൂടുതലായിട്ടും നമ്മൾ ശ്രമിച്ചത് ഇൻഡിവിജ്വലി ഓരോരുത്തരുടെ അടുത്തേക്കും പോയിട്ട് ഇതിന്റെ ഓരോ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞ് അവരെ ഇതിനെക്കുറിച്ച് അവയർനെസ് ആക്കലും കാര്യങ്ങളായിരുന്നു. നിങ്ങൾ ഇപ്പം കാണുന്ന ഈ ഒരു വീഡിയോയിലൂടെ എന്റെ ഉദ്ദേശം എന്നുള്ളത് നിങ്ങൾ ഇതിലേക്ക് അവയർനെസ് ആക്കലും നിങ്ങളുടെ സപ്പോർട്ടിനും കൂടി വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതുവരെ എന്റെ വീഡിയോ പോയിട്ട് ഇതുവരെ സോഷ്യൽ മീഡിയ പോലും കണ്ടിട്ടില്ലാത്തവർക്ക് മുന്നിൽ അവയർനെസ് ആക്കാൻ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളത് മാത്രമേ വഴിയുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു വല്യമ്മനോടൊക്കെ പറഞ്ഞിട്ട് എന്തായിരിക്കും കാര്യം എന്നുള്ളത്. ഒരു വല്യമ്മയിൽ നിന്നാണ് ഒരു കുടുംബം ഉണ്ടാവുന്നതെന്ന്. ഈ ഒരു വിക്ടിമിന് ജസ്റ്റിസ് കിട്ടുന്നതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് വരും കാലഘട്ടങ്ങളിൽ ഒരു ഡോക്ടറിന് പോയിട്ട് ഒരു സ്ത്രീക്ക് പോലും ഇങ്ങനെയൊന്നും വരാതിരിക്കാൻ നോക്കുക എന്നുള്ളത്. ഈ ഒരു വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും ഇനിയും ഇതിനെതിരെ പ്രതിഷേധം കാണിക്കാൻ മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. കൊൽക്കത്തയിൽ നിന്ന് കേരളത്തിലേക്ക് വലിയ ദൂരമല്ല, മരിച്ചുപോയത് നമ്മളെ കൂടി പെങ്ങളാണ്. ഹലോ, അപ്പോൾ ഇന്ന് നമ്മളുടെ